നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ച് കയറി. ഏകപക്ഷീയമായ ഒരു ഗോളിന് പഞ്ചാബ് FCയെ തോൽപ്പിച്ചു. ഇപ്പോൾ കോച്ച് മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷം കളിച്ച 3 കളികളിൽ 2 വിജയിച്ച് കയറിയിട്ടുണ്ട്. ഇതുകൊണ്ടാവുമോ? പോരാ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം മഞ്ഞപ്പട ഈ മാച്ചിൻ്റെ റിസൾട്ട് ഇട്ട പോസ്റ്റിലും അത് കൃത്യമായി പറയുന്നു. ഫുൾ ടൈം പോസ്റ്റ് ഇട്ടപ്പോൾ അവർ പറയുന്നു, സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ റിയൽ ചേഞ്ച്. കാത്തിരിപ്പാണ്. ഇതുകൊണ്ടായില്ല, കാത്തിരിപ്പാണ്. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ റിയൽ ചേഞ്ച്. യഥാർത്ഥത്തിലുള്ള മാറ്റത്തിനു വേണ്ടി ഇപ്പോഴും കാത്തിരിപ്പാണ് എന്ന് കൃത്യമായ സന്ദേശം തന്നെ മഞ്ഞപ്പട നൽകുകയാണ്. ഇന്നത്തെ ആ ഒരു മാച്ച് ഡേ പോസ്റ്റിലും അത് മഞ്ഞപ്പട വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. വി സ്റ്റാൻഡ് ഫോർ ബ്ലാസ്റ്റേഴ്സ്, നോട്ട് ദി മിസ് മാനേജ്മെൻറ്റ് എന്ന് ഇന്നത്തെ മാച്ച് ഡേ പോസ്റ്റിലും പറഞ്ഞിരുന്നു. KBFC ഡിസേർവ്സ് ബെറ്റർ സൈനിങ്സ്, നോട്ട് എംപ്റ്റി വേർഡ്സ്. അർത്ഥശൂന്യമായ വാക്കുകളല്ല, ബെറ്റർ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിക്കുന്നത് എന്ന് മാച്ച് ഡേ പോസ്റ്റിൽ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴിതാ റിസൾട്ട് വരുമ്പോഴും മഞ്ഞപ്പട പറയുന്നു, സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ റിയൽ ചേഞ്ച്. ഇന്നിപ്പം എവേ സ്റ്റാൻഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ പ്രതിഷേധം കൃത്യമായിട്ട് കാണിച്ചിരുന്നു. അത് നമ്മൾ അവരുടെ കയ്യിലിരിക്കുന്ന പ്ലക്കാർഡുകളിലും മറ്റുമൊക്കെ ആയിട്ട് കണ്ട വാക്കുകൾ നോക്കുക. നോ മോർ mediocrity, then results not excuses, scam continues, our club our voice, അതുപോലെ വേക്കപ്പ് മാനേജ്മെൻറ്റ്, യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻ ഓവർ വേർഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ സന്ദേശങ്ങൾ അവരുടെ പ്ലക്കാർഡുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വിജയിച്ചു, നല്ലത്, സന്തോഷം. പക്ഷേ ഇതുകൊണ്ടാവില്ല എന്നുള്ള കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. ഒരു നല്ല മാറ്റം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവണം. എങ്കിലും മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അർഹിക്കുന്ന തരത്തിലേക്ക് ഈ ടീം മാറുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.